ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. 2018 പ്രളയബാധിതർക്ക് അനുവദിച്ച നഷ്ടപരിഹാര തുകയിൽ നിന്ന് 3/4 കോടി രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. പ്രദീപ് ജോസഫ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഇദ്ദേഹത്തെ പിരിച്ചുവിടാൻ ഉള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദമായി എന്തൊക്കെയാണ്? 2018 പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിതരണം സംബന്ധിച്ച ക്രമക്കേടുകൾക്കൊടുവിലാണ് ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷം കളക്ടറേറ്റിലെ സെക്ഷൻ ക്ലർക്കായിരുന്ന വിഷ്ണു പ്രസാദിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. ഇയാൾ പ്രളയ ഫണ്ട് തട്ടിച്ചത് സർക്കാരിനെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു, വളരെ നാണക്കേടുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 3/4 കോടി രൂപയാണ്, അതായത് 76 ലക്ഷം രൂപയിലധികമാണ് കളക്ടറേറ്റിൽ സെക്ഷൻ ക്ലർക്കായിരുന്ന വിഷ്ണു പ്രസാദ് സ്വന്തം അക്കൗണ്ടിലേക്കും തൻ്റെ കൂട്ടാളികളുടെ അക്കൗണ്ടിലേക്കുമാക്കി മാറ്റിയത്. ഇത് കൂടാതെ തന്നെ പ്രളയകാലത്ത് സർക്കാരിന് ഏതാണ്ട് 7.25 കോടി രൂപ ഇയാൾ നഷ്ടം വരുത്തി വയ്ക്കുകയും ചെയ്തു. അതായത് പ്രളയബാധിതരായ എന്നാൽ യഥാർത്ഥത്തിൽ വലിയ തുകയ്ക്ക് അർഹതയില്ലാത്ത ആളുകൾക്ക് വലിയ തുക ഇയാൾ കൈമാറുകയാണ് ചെയ്തത്. അതായത് 10,000 രൂപയ്ക്കോ 20,000 രൂപയ്ക്കോ മാത്രം അർഹതയുള്ള പ്രളയബാധിതർക്ക് തരം പോലെ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും ഒക്കെ വിതരണം ചെയ്തു. അങ്ങനെ സർക്കാരിന് 7.25 കോടിയുടെ മറ്റൊരു നഷ്ടം കൂടി ഉണ്ടാക്കിയതായും അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. തുടർന്നാണ് സർക്കാർ സംസ്ഥാനതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ഈ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എറണാകുളം കളക്ടറേറ്റിൽ പ്രത്യേകിച്ച് ഒരു അന്വേഷണ മുറി തന്നെ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തു. നിരവധി പേരിൽ നിന്ന് മൊഴിയെടുത്തു. ആ അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന 15 കുറ്റങ്ങളിൽ 12 തെളിഞ്ഞതായി കണ്ടെത്തിയത്. അതായത് കോതമംഗലം പ്രദേശത്ത് പ്രളയത്തിൽപ്പെട്ട് ഒരു യുവാവ് മരിച്ചിരുന്നു. ഈ യുവാവിൻ്റെ ആശ്രിതർക്ക് ജില്ലാ കളക്ടർ അടിയന്തര ധനസഹായമായി 5,000 രൂപ അനുവദിച്ചിരുന്നു. ഈ അടിയന്തര ധനസഹായമായി അനുവദിച്ച 5,000 രൂപയുടെ ചെക്ക് പോലും ഇയാൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത് അയാളുടെ മേശയുടെ ഒരു കൂണിൽ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതായത് അങ്ങേയറ്റം വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ആ കുടുംബത്തിന് അനുവദിച്ച 5,000 രൂപ വിതരണം ചെയ്യുന്നതിൽ പോലും ഇയാൾ വീഴ്ച വരുത്തുകയും ചെയ്തു. ഇത് കൂടാതെയാണ് ഏതാണ്ട് 76 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കും ഒപ്പം കൂട്ടാളികളുടെ അക്കൗണ്ടിലേക്കും മാറ്റിയത്. ഈ വിവരം പുറത്ത് വന്നതിനെ തുടർന്ന് പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ സസ്പെൻഷനിലാണ്. കളക്ടറേറ്റിലെ ഇടത് സംഘടനയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു വിഷ്ണു പ്രസാദ്. നിലവിൽ ഇയാളെ പിരിച്ചുവിട്ടുകൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ ഉത്തരവിന്റെ പകർപ്പ് ജില്ലാ കളക്ടർക്കും കൈമാറിയിട്ടുണ്ട്.